നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം SNDP കണിച്ചോളങ്ങര യൂണിയൻ സെക്രട്ടറി ആയിരുന്ന KK മഹേഷിൻ്റെ ആത്മഹത്യയും അതിനോടനുബന്ധിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞു 6 വർഷം കഴിഞ്ഞു 4 വർഷമായി കേരള പോലീസ് ആ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. KK മഹേഷിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് പലവട്ടം അവരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കേസിൽ 1-ാം പ്രതിയായ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലോ അതിൽ 3-ാം പ്രതിയായ തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിലോ 2-ാം പ്രതിയായ അനിലിൻ്റെ വീട്ടിലേക്കോ ഇതുവരെയും പോലീസ് എത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. 4 വർഷക്കാലമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഈ പ്രതികളുടെ വിവരങ്ങൾ തിരക്കുകയോ അവരുമായി ബന്ധപ്പെട്ട് KK മഹേഷിൻ്റെ ആത്മഹത്യക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇതുവരെയും കേരളത്തിലെ പോലീസിന് സാധിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനാവട്ടെ മുൻകൂർ ജാമ്യം പോലും എടുത്തിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പ് മരണമൊഴിയായി തന്നെയാണ് പോലീസ് എടുക്കുന്നത് എന്ന് വരുമ്പോൾ എൻ്റെ മരണത്തിന് ഉത്തരവാദി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി KK മഹേഷിന് എഴുതി വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു മുൻകൂർ ജാമ്യം പോലും ഈ കേസിൽ എടുക്കാതിരുന്നത്? ഇതെല്ലാം ദുരൂഹതകൾ സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടത്, കഴിഞ്ഞ 10 വർഷക്കാലമായി കശുവണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്ന അസംസ്കൃത കശുവണ്ടി തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ R ചന്ദ്രശേഖരനെതിരെ 3 തവണയാണ് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ കോടതി ഉത്തരവ് ലംഘിച്ചത്. എന്നാൽ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ INTUCയുടെ സംസ്ഥാന സെക്രട്ടറിയെ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള അനുമതിയാണ് സർക്കാർ തത്വത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരൻ വരെ നിയമത്തിൻ്റെ വഴി തെറ്റി നടന്നിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്ന മുഖ്യമന്ത്രി VD സതീശൻ ചന്ദ്രശേഖരനെതിരെ വരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി കൊടുത്തപ്പോൾ 6 കൊല്ലം മുമ്പ് മരണപ്പെട്ട KK മഹേഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് 4 വർഷം മുമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തുടരന്വേഷണം വേണമെന്ന് KK മഹേഷിൻ്റെ ഭാര്യ ഉഷയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് VM സുധീരനും മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഇപ്പോൾ കത്ത് നൽകിയ സാഹചര്യത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ച് വെള്ളാപ്പള്ളി നടേശനെതിരെ KK മഹേഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ VD സതീശൻ തയ്യാറാകുമോ എന്നുള്ളത് VD സതീശന് എതിരെയുള്ളൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ്. എങ്ങനെയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിലിപ്പം ആദ്യം പറയേണ്ടത്, ഇന്ന് വെള്ളാപ്പള്ളി അവാർഡ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അതെ, പത്മഭൂഷൺ അവാർഡ് ഇന്ന് വാങ്ങിക്കാൻ വേണ്ടി ഡൽഹിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് എത്തിയത്. അപ്പോൾ ഇന്നലെ എത്തിയപ്പം അദ്ദേഹം ഡൽഹിയിൽ ഈ പറഞ്ഞ പോലെ SNDPയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഒരു ഗതിയും പരഗതിയില്ലാത്തവരാണ് KK മഹേഷ്. നമ്മളാലോചിക്കണം, ഒരു സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഈ NSSൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. അദ്ദേഹം NSSൻ്റെ SNDPയുടെ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പം സ്വന്തം സഹപ്രവർത്തകന് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവൻ എന്ന് അത്തരത്തിൽ അതിമോശമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട് VM സുധീരൻ എന്താ പറയുക, കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയാണ് എന്നുള്ളത്. അപ്പം എന്താ പറയുക, അത്ര വിലയുള്ളൂ VM സുധീരൻ. ഈ കേസിൻ്റെ പിന്നിലെല്ലാം VM സുധീരനാണ് എന്നുള്ള തരത്തിലും. അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ തുടക്കത്തിൽ നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ ഒരു പക്ഷേ UDF കേസ് എടുക്കാൻ കുറച്ച് വിറച്ചേക്കും എന്നുള്ള കാര്യം. കാരണം ഈ പറഞ്ഞ പോലെ എനിക്കറിയാം. കാരണം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പല കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്നിൽ ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടന്നിട്ടുണ്ട് എന്നുള്ളതും, വെള്ളാപ്പള്ളി അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സഹായങ്ങൾ, ഇപ്പോൾ വോട്ട് ആയിട്ട് അല്ലാണ്ട് അവർക്ക് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ UDF അങ്ങനെ പെട്ടെന്ന് തൊടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ VM സുധീരന് മാത്രമേ ഉള്ളൂ ഇതിൽ ഏറ്റവും ഇത്ര താല്പര്യം. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നമുക്കറിയാം, ജയിച്ചതിന് ശേഷം ആരൊക്കെ ഇയാളെ പോയി കാണാൻ നിന്നുള്ളൂ, ഇയാളുടെ ഭാര്യയ്ക്ക് ആരൊക്കെ മാലട്ട് കൊടുത്തു എന്നുള്ളതും കസവിട്ട് കൊടുത്തതും പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തലയും മന്ത്രി ഹിന്ദു കൃഷ്ണ അടക്കമുള്ള പല നേതാക്കന്മാർ പോയതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിലിപ്പോൾ പോവാതിരുന്നത് ഈ പറഞ്ഞ പോലെ VD സതീശൻ മാത്രമേ ഉള്ളൂ. പക്ഷേ VD സതീശനും ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, മുന്നണിയിൽ നല്ലൊരു വിഭാഗം MLAമാരും അല്ലെങ്കിൽ ഈ പറയപ്പെട്ട പോലെ KC വേണുഗോപാൽ അടക്കമുള്ള പല നേതാക്കന്മാരും വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിഷയത്തിൽ നിശബ്ദത കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയം നോക്കുമ്പോൾ ഈ കേസ് എടുക്കേണ്ടത് ആരാ? പോലീസ് വകുപ്പ് ആരുടെ കയ്യിലാണ്? ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലാണ്.
സ്വാഭാവികമായിട്ടും ഇതിൽ കേസെടുക്കാൻ വേണ്ടത് രമേശ് ചെന്നിത്തലയാണ് മുമ്പോട്ട് വേണ്ടത്. ഇതേ രമേശ് ചെന്നിത്തലയാണ് വിജയിച്ചതിന് ശേഷം ആശീർവാദം വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോറുന്ന ഒരാൾക്ക് മനസ്സിലാവും ഈ വിഷയത്തിൽ UDF എത്രമാത്രം നിഷ്പക്ഷമായ ഒരു നടപടിയിലോട്ട് പോകുന്നുള്ളത്. ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു SITയുടെ അന്വേഷണം തന്നെ വേണം എന്നുള്ളതാണ് പറഞ്ഞത്. SIT മാത്രം വെച്ച് കഴിഞ്ഞാൽ UDFിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവില്ല. ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം മുഴുവനായിട്ടും എനിക്കും തോന്നുന്നില്ല നീതിപൂർണ്ണമായ ഒരു അന്വേഷണം UDFിൻ്റെ ഭാഗത്തുനിന്നും പലതരത്തിൽ വിയോജിപ്പ് സാറിനും ഈ വിഷയത്തിനും വിയോജിപ്പ് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് UDFിൻ്റെ ഭാഗത്തുനിന്നും മുഴുവൻ തരത്തിൽ അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് കൊടുത്തുള്ള ഒരു അന്വേഷണം ഒരിക്കലും UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാർ ഇവിടെ ഫവാസ് ഇവിടെ നമ്മൾ കാണാതെ പോകേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം രമേശ് ചെന്നിത്തലയും മന്ത്രി ലിജു എല്ലാം പങ്കെടുക്കേണ്ടതായ ഒരു കേരള കൗമുദിയുടെ ഒരു 120ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ളൊരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു, ആലപ്പുഴയിൽ വെച്ച്. അവിടെ വെള്ളാപ്പള്ളി നടേശനായിരുന്നു മുഖ്യാതിഥിയായി അവിടെ പരിപാടിയിൽ തീരുമാനിക്കപ്പെട്ടിരുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്നു, മന്ത്രിമാർ പങ്കെടുക്കുന്നു എന്ന് പ്രോഗ്രാം നോട്ടീസ് വരെ പുറത്തിറക്കിയപ്പോൾ ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം നിലനിന്നതിനാൽ ആ ചടങ്ങിൽ വെള്ളാപ്പള്ളി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ ഈ രമേശ് ചെന്നിത്തലയും ലിജുവും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാർട്ടി നേതൃത്വം സമ്മതിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ആ പാർട്ടിയിൽ അവർ പങ്കെടുത്തില്ല. അതിന് ചൂണ്ടിക്കാണിച്ചത് KPCCയുടെ വിശാല യോഗം നടക്കുന്നു, അതുകൊണ്ട് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് സംഘാടക സമിതി അവരെ അറിയിച്ചു. ഈ രമേശ് ചെന്നിത്തലയും ലിജു എല്ലാം എത്തിച്ചേരാത്തതിൻ്റെ പേരിൽ അവർ ആ പരിപാടി തന്നെ വേണ്ടെന്ന് വെച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് 2 ആഴ്ച മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല ഒരു ചടങ്ങിനിടയിൽ വെച്ചിട്ടാണ് വെള്ളാപ്പള്ളിയെ കണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിന്ദു കൃഷ്ണയാണ് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങിയതൊക്കെ. അപ്പോൾ അതെന്ത് തന്നെയായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഈ കൗമുദിയുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിൻ്റെ ഒരു ബഹിഷ്കരണം വെള്ളാപ്പള്ളി എത്തുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കാരണം. ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത് VS അച്യുതാനന്ദൻ്റെ അതിശക്തമായി തന്നെയാണ് മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കെതിരെ തിരിയുന്നത്. അവിടെ VS കേരളത്തിലുടനീളം പല പ്രസംഗത്തിലും ഇത് എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ കാര്യത്തിൽ കുറ്റവാളിയാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലട്ടെ. അന്ന് VSൻ്റെ പ്രസിദ്ധമായൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നീട്ടിയും കുറുക്കിയുള്ള ഒരു ശൈലിയിൽ നടേശോ ഈ കളവ് കേസിന് വഞ്ചനാക്കുറ്റത്തിന് കൊലക്കുറ്റം വരുന്നില്ല, അവിടെ തൂക്കുകയർ കിട്ടില്ല, പകരം അഴി കിട്ടും, അഴിയേണ്ടതായി വരും നടേശ എന്ന് VS പറയുകയുണ്ടായി. അപ്പോൾ അന്ന് 4 വർഷം മുമ്പ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും അതിലൊരു അന്വേഷണം പോലും വെള്ളാപ്പള്ളി നടേശനെതിരെയോ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയോ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാറി വന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളിയാണ്. മാത്രമല്ല ഈ R ചന്ദ്രശേഖരനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് സർക്കാർ അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ VD സതീശന് ഒരു പരിധിവരെ രമേശ് ചെന്നിത്തലയ്ക്കും ഈ കാര്യത്തിൽ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ് ഇവിടെ നേരിട്ട് വന്നിട്ട് വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രിക്കും ഇതിൽ നീതി കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു SIT അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കത്ത് കൊടുത്തത്. കേരളത്തിൽ ഒരു ഇത്രത്തോളം പ്രമാദമായൊരു വിഷയം മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ ഏതാണ്ട് 125ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പരിലാളനയും തണലും സംരക്ഷണയും അനുഭവിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ മറിച്ച് കേന്ദ്രത്തിൽ BDJS എന്നൊരു സംഘടനയുണ്ടാക്കി NDAയുടെ ഭാഗമാക്കി BJP കേന്ദ്ര നേതൃത്വത്തോടൊപ്പം തുഷാറിനെ നിർത്തി അതിൻ്റെ ഒരു ധൈര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംരക്ഷണം എനിക്ക് കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തിൽ, അല്ലെങ്കിൽ ആ ധൈര്യത്തിൻ്റെ അഹങ്കാരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു ജാമ്യം പോലും എടുക്കാതെ പുറത്തിറങ്ങി നടന്നത്. ഇപ്പോൾ മറ്റൊരു അവസ്ഥാവിശേഷം കൂടി വരുന്നു. ഈ കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ UDFിനെയും കോൺഗ്രസ് നേതാക്കളെയും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശനെയും കടന്നാക്രമിച്ചത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അതിന് അന്ന് VD സതീശൻ ഒരു പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നൊന്നും ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കപ്പെടുമ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 2 തവണ മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി ചോദിച്ചിട്ടും അനുമതി കൊടുത്തില്ല എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം നിലവിൽ നിൽക്കുമ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നു വന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം, അതിലൊരു കേസ് മരണത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മറ്റൊരു കേസിൽ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടൊരു കേസിൽ കുറ്റപത്രം വയനാട് കൽപ്പറ്റയിൽ സമർപ്പിച്ചിരിക്കുന്നു. വിജിലൻസ് അന്വേഷണത്തിന്
നടപടിയാവുന്നു എന്നുള്ള ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുമ്പോൾ സർക്കാരിന് കണ്ണും കെട്ടി കയ്യും കെട്ടി ഇരിക്കാൻ സാധിക്കില്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളെന്ന രീതിയിൽ ആ സമുദായത്തിൻ്റെ വോട്ട് മുഴുവൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ചെറുവിരൽ അനക്കിയിരുന്നില്ല എന്നുള്ളതൊക്കെ വാസ്തവമാകാം. എന്നാൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ദുരിത പർവ്വം തന്നെയാണ്, പരീക്ഷണ പർവ്വമാണ്. ഇവിടെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി നീതിയുക്തമായ തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ആ സംവാദങ്ങളും വിവാദങ്ങളും നടക്കുമ്പോൾ ഞങ്ങൾക്ക് വി ഡി സതീശൻ വേണം എന്ന് കോൺഗ്രസിന് പുറത്തും ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് മുദ്രാവാക്യം ഉയർത്തിയതുപോലെ ആ ജനങ്ങൾ വി ഡി സതീശനെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. തീർച്ചയായും നീതിയുക്തമായൊരു തീരുമാനം വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും വെള്ളാപ്പള്ളിയുടെ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഒരാളുടെ മരണമാണ്, ആള് കള്ളനെ പിന്നെ കള്ളൻ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് എന്നാണ് ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി കെ മഹേശൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കണ്ടപ്പോൾ സംസാരിച്ചത്. മരണപ്പെട്ട ഒരാളെ കള്ളനാണെന്ന് വിളിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അദ്ദേഹം കട്ടുകൊണ്ടുപോയ പൈസ എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റണം. ഈ പിണറായി വിജയൻ 10 വർഷക്കാലം വെള്ളാപ്പള്ളി നടേശൻ്റെ തോളിൽ കൈയിട്ട് നടന്ന ആളാണ്. അങ്ങനെയെങ്കിൽ കെ മഹേശൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന് പ്രേരണാകുറ്റമില്ല എന്നുണ്ടെങ്കിൽ ഈ മഹേശൻ കാശ് കട്ടതാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താൻ തീർച്ചയായും പിണറായി വിജയൻ്റെ പോലീസുകാർക്ക് തീർച്ചയായും സാധിച്ചു തന്നെ. അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഈ മഹേശൻ്റെ വീട്ടിൽ ചെന്ന പോലീസുകാർ അന്വേഷണം നടത്തിയെന്നല്ലാതെ മഹേശൻ്റെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചു ഏതാണ്ട് 27 ലക്ഷം രൂപയുടെ കടം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലായിരിക്കുന്നത്. പകരം 4 കോടി രൂപ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞത് മഹേശൻ്റെ കുടുംബം മഹേശൻ അമക്കി കട്ടുകൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അതൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു മരണമൊഴിയെ അടിസ്ഥാനമാക്കിയെങ്കിലും വി ഡി സതീശൻ നീതിയുക്തമായ രീതിയിൽ ഒരു അന്വേഷണത്തിന് മുതിർന്നില്ല, അതിന് ഉത്തരവിട്ടില്ല എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമെല്ലാം ജനങ്ങൾക്കിടയിൽ അപഹാസ്യരായി നിൽക്കേണ്ടതായി വരും. പിണറായി വിജയൻ്റെ പിന്തുടർച്ചാവകാശക്കാരായി അവരെ ജനം വിശേഷിപ്പിക്കും. അത് UDF-ലും കോൺഗ്രസിലുമെല്ലാം ഇവരുടെ നില പരിങ്ങലിലാക്കും. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ തീപ്പൊരി നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KM ഷാജിയെ പോലുള്ളവർ വെള്ളാപ്പള്ളി നടേശനെതിരെ കൃത്യമായ നടപടി വേണം എന്നുള്ള നിലപാടുമായി നിൽക്കുമ്പോൾ UDF-ൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി കൂടെ നിൽക്കുന്നവർ മുസ്ലിം ലീഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ നീതിയുക്തമായൊരു താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് വി ഡി സതീശന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയേണ്ടത്. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, സാറ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. അന്ന് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ഒരുപക്ഷെ ഇത്രമാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും. അന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സാധനം തലേന്ന് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ പോവാം എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ കോൺഗ്രസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇത്ര നോക്കിയാൽ മതി, 2023 രജിസ്റ്റർ ചെയ്ത കേസാണ് ഈ എന്താ പറയുക യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തലക്കടിച്ച കേസ്. ആ വിഷയത്തിൽ കൃത്യമായി SIT അന്വേഷിക്കുന്നു, രൂപം കൊടുക്കുന്നു, ഇതായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം ബാക്കി എല്ലാ വിഷയത്തിലും പിൽക്കാലത്ത് നടന്ന എല്ലാ കേസുകൾക്കും പെട്ടെന്ന് രാഷ്ട്രീയപരമായ എല്ലാ കേസുകൾക്കും കോൺഗ്രസും UDF-ഉം പെട്ടെന്നുള്ള തീരുമാനം ഉണ്ടാക്കുന്നു. പക്ഷേ ഇതേപോലെ സമുദായ നേതാക്കന്മാർ വരുന്ന കേസിൽ ഈ പറഞ്ഞ പോലെ അവർ സൈലൻസ് കീപ്പ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പതിയെ പോകുന്നു. അതുകൊണ്ട് വളരെ കൃത്യമാണ്. രാഷ്ട്രീയപരമായ അവർക്ക് തിരിച്ചടി LDF-നുള്ളത് കൊടുക്കുന്നുണ്ട്. പക്ഷേ മതസമുദായിക നേതാക്കന്മാരെ തെറ്റിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും പോകുന്നത്. എനിക്ക് ഇപ്പം വന്നിട്ടൊരു മാസമായി, എത്ര കേസ് പുതുതായി അന്വേഷിക്കാൻ വേണ്ടി ഒരു ഉത്തരവിട്ടു, 3-4 പുതിയ കേസുകളെല്ലാം ഉത്തരവിട്ടു മുമ്പ് നടന്നതൊക്കെ. അതിനും എത്രയോ മുമ്പ് നടന്ന കേസാണിത്. പക്ഷേ ആ വിഷയത്തിൽ വി ഡി സതീശൻ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അതൊരു കാണാതെ പോകേണ്ട കാര്യമല്ല. അത് ഫവാസ് പറഞ്ഞതിൽ വസ്തുതയുണ്ട്. പക്ഷേ VN സുധീരനും ഈ ഉഷയും ചേർന്ന് ഇപ്പോൾ ഇങ്ങനെയൊരു അന്വേഷണം വേണമെന്ന് പുതിയൊരു പരാതി കൊടുത്തിട്ട് 2 ദിവസമേ ആവുന്നുള്ളൂ. അല്ല, ഇതെന്താ പറയുക, ആദ്യൊരു കേസ് കൊടുത്തു. ആദ്യം ഈ പറഞ്ഞ പോലെ VM സുധീരൻ ഒരു കത്ത് അയച്ചു വി ഡി സതീശന്, അതേപോലെ പ്രതിപക്ഷ ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്കും അയച്ചു. അതിൻ്റെ പേരിൽ 2 പേരും സൈലൻസാണ്. ഒന്നും അതിന് മറുപടി ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും VM സുധീരൻ ഇന്നലെ മിഞ്ഞാന്നിട്ട് വീണ്ടും ഒരു കത്ത് അയച്ചു. ഉഷയുടെ പരാതിയും അവർ പറയുന്ന മൊഴി മൊത്തം കാര്യങ്ങളും വെച്ചുകൊണ്ട് വീണ്ടും ഒരു സാധനം കൊടുത്തത്. അപ്പം ആ വിഷയത്തിലും ഇപ്പം എന്താ പറയുക 2 ദിവസമായി ഇത് കൊടുത്തിട്ട് പക്ഷേ ഇപ്പോഴൊന്നും വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, തീർച്ചയായും അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഏത് സമുദായിക നേതാവ് എത്ര വലിയ വോട്ട് ബാങ്കുള്ള ആളായാലും വോട്ട് ബാങ്ക് ഉറച്ച വോട്ടുകളാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്താൽ അവർ തെറ്റുകാരല്ലാതെ വന്നില്ലല്ലോ. നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ചന്ദ്രശേഖരനെ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള അനുമതി കൊടുത്തത്? അപ്പോൾ തീർച്ചയായും ആരും ആവട്ടെ, പ്രധാനമന്ത്രിയോ അല്ല ഇന്ന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാരോ ആരും ആയിക്കൊള്ളട്ടെ, അവർക്കെതിരെ കേസുണ്ടെങ്കിൽ
തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കപ്പെടണം. ഒരാൾ പ്രതി ചേർത്ത് കേസ് കൊടുക്കുമ്പോൾ അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്ന തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നുള്ളത്, അവർക്കതിൽ പങ്കുണ്ടോ എന്നൊക്കെ തെളിയിക്കപ്പെടുന്നത്. പക്ഷേ അന്വേഷണം വേണമല്ലോ. അപ്പോൾ തീർച്ചയായും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം വി ഡി സതീശനുണ്ട്, ബാധ്യതയുണ്ട്, ധാർമ്മികമായ ബാധ്യതയുണ്ട്. ഈ ധാർമ്മികമായ ബാധ്യതയിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയായ വി ഡി സതീശനും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓരോ പൗരനും നീതി ഉറപ്പാക്കേണ്ട ബാധ്യത ഈ ഭരണകർത്താക്കൾക്കാണ്. അതിനുവേണ്ടിയിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജനായത്ത ഭരണത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ അത് തീർച്ചയായും വലിയ തിരിച്ചടികൾക്ക് ഇടയാകും. അതിൽ യാതൊരു തർക്കമില്ല. പിണറായി വിജയൻ്റെ കാലത്താണ് ഈ കാര്യത്തിൽ നടപടികൾ കൈക്കൊള്ളാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന അവർ തന്നെ ഈ കാര്യം രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല BJP ഇക്കാര്യത്തിൽ മുന്നോട്ട് വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം 3 അംഗങ്ങൾ BJPക്ക് ഇപ്പോൾ നിയമസഭയിലുണ്ട്. തീർച്ചയായും ഇത് രാഷ്ട്രീയമായി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥ. BJP വിഷയത്തിൽ എന്തായാലും ഒന്നും പറയാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. BJPയും അതേപോലെ CPM വിഷയത്തിൽ വല്ലാണ്ട് ഒന്നിലും ഇടപെടില്ല. അന്വേഷണം വേണമെന്നോ വേണ്ടെന്നോ പറയില്ല. പക്ഷേ അന്വേഷണമായി തുടർ നടപടിയുമായി UDF പോയാൽ ഒരുപക്ഷെ UDFനെതിരെ വരാൻ ഈ പറഞ്ഞ പോലെ BJP ചാൻസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ആ സാമുദായിക വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ BJP ഈ കേസുമായിട്ട് ഇത് അന്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും CPM വരില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അവരാ ഭരിക്കുന്നത്, അവർ വന്നിട്ടില്ല. പിന്നെ BJPയുടെ കാര്യം BJP വരില്ല. ഫവാസേ, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അവർ ഭരിച്ചതിൻ്റെ പേരിൽ അവർ വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പര്യത്തുകാവിലെ ഉന്നതിയുടെ വിഷയം നമുക്കറിയാമല്ലോ. 7 ദളിത് കുടുംബങ്ങളെ കുടിയിറക്കാൻ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുമായിട്ട് അഭിഭാഷക കമ്മീഷൻ വരുമ്പോൾ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2-ാം ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ പോലും അന്നത്തെ കുന്നത്തുനാട്ടിലെ മുൻ MLA ആയ ശ്രീനിധനും മുൻ നിയമവകുപ്പ് മന്ത്രിയായ രാജീവും ഉൾപ്പെടെ പര്യത്തുകാവിലേക്ക് എത്തിച്ചേരുകയും ഇവർ കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, നിയമവാഴ്ച ഇവിടെ ഇല്ല എന്നൊക്കെ ചോദിച്ച ആളുകളാണ്. ഇവർ 10 വർഷം ഭരിച്ചിട്ടും ഇവർക്ക് കൃത്യമായ രീതിയിലൊരു ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെയെങ്കിലും അവർക്കൊരു വാസക കേന്ദ്രം ഒരുക്കി കൊടുക്കാൻ പറ്റാതിരുന്ന ആളുകൾ മാറിയ സാഹചര്യത്തിൽ സർക്കാർ മാറിയപ്പോൾ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ആ ഒരു വിഷയം ആയുധമായിട്ട് എടുത്ത ആളുകൾ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതും എടുത്തേക്കാം. അതെന്തായാലും എടുക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം ഈ പാർട്ടി ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടത്തി എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളതിൽ. എല്ലാ സെക്രട്ടറി താഴെ തട്ടിലട്ടം കൊടുത്ത വിവരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിക്കെതിരെ കൃത്യമായി നിലപാടെടുക്കാത്തത്, വെള്ളാപ്പള്ളി ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയത പറയുമ്പോഴും CPM കണ്ണടച്ച് നിന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിനെതിരെ പല പാർട്ടി അടിത്തട്ടിൽ പറഞ്ഞിട്ട് പാർട്ടി നേതാക്കന്മാരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മിണ്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പുതുതായിട്ട് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല, വെള്ളാപ്പള്ളി കാരണമൊന്നുമല്ല തോറ്റത്, അദ്ദേഹത്തെ കാറി കയറ്റിയെന്ന് വെച്ചാൽ യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവരെ ഭാഗത്ത് എന്തായാലും ഇത്തരത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ അന്വേഷണം വേണം, അല്ലെങ്കിൽ SIT കൊണ്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും CPMൻ്റെ ഭാഗത്ത് വരുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ CPI വന്നേക്കാം, എനിക്കറിയില്ല. പക്ഷേ CPM എന്തായാലും വരാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം BJPയും വരാൻ പോകുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് ചാത്തന്നൂരിൽ ഈ പറഞ്ഞ പോലെ BJP. അതുകൊണ്ട് തന്നെ ആ ഒരു വോട്ട് ആ ഒരു സഹായത്തിനുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവിടെ BJPയും വരാൻ പോകുന്നില്ല. പിന്നെ ഉള്ളത് ഈ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് തന്നെ 2 തട്ടിലാണ്. ഒരു വശത്ത് PM സുധീരനെ പോലുള്ള ആൾക്കാർ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം, അന്വേഷണം വേണമെന്ന് പറയുന്നു. മറുവശത്ത് വിജയിച്ചതിന് ശേഷം വെള്ളാപ്പള്ളിയെ പോയി കാണുന്ന പല നേതാക്കന്മാർ. അപ്പോൾ കോൺഗ്രസും 2 തട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടൊരു അന്വേഷണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എന്തായാലും നാളെയാണ് ഈ പറഞ്ഞ പോലെ മഹേഷ് മരിച്ചിട്ട് 6 വർഷം തികയാൻ പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണതീയതിയായ നാളെ എന്തെങ്കിലും UDF ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് എന്തായാലും UDF വിഷയത്തിൽ പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിന് നിൽക്കില്ല. കാരണം മതസാമുദായിക നേതാവാണ്, തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്ന വിഷയമാണ്. അതുകൊണ്ട് കുറച്ച് ചിന്തിച്ചിട്ട് മാത്രമേ ഒരു സാധനത്തിലൂടെ എടുത്ത് ചാടുള്ളൂ. അവരെ വലിയ രീതിയിൽ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യം. ഫവാസിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ ഞാൻ ഒരു കാരണവശാലും അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു സംഘടന UDFൻ്റെ പ്രധാന ഘടകകക്ഷിയായി, ഏറ്റവും വലിയ ഘടകകക്ഷിയായി നിൽക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശനുമായി വളരെ അതൃപ്തിയുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ ഏത് സന്ദർഭത്തിൽ എങ്ങനെയൊക്കെ പൂട്ടാൻ പറ്റും എന്നുള്ളത് വളരെ കൃത്യമായി ജാഗരൂകരായി കാത്തിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് അവർ. എന്നാൽ നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ ഒരു കാരണവശാലും ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനും അവർക്ക് സാധ്യമല്ല. ഈ ഒരു സന്ദർഭത്തിൽ ഈ വിഷയം കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ലീഗിൻ്റെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ലീഗ് ഇങ്ങനത്തിൽ സെൻസിറ്റീവായ വൾണറബിളായ വിഷയത്തിൽ ഒരിക്കലും ലീഗ് ഇടപെടില്ല. കാരണം ലീഗിനറിയാം അത് അവരുടെ കോട്ടത്തിന് കാരണമാകുന്നു. ലീഗ് ഒരിക്കലും ഒരു വിഷയത്തിലും ഇത്തരത്തിലുള്ള സുകുമാരൻ നായർക്കെതിരെ NSSൻ്റെ ഈ നേതാവ് SNDP നേതാവ് വെള്ളാപ്പള്ളി പലപ്പോഴും ലീഗിനെതിരെ ലീഗ് എപ്പോഴും മൗനം മാത്രമേ കീപ്പ് ചെയ്തിട്ടുള്ളൂ. കാരണം ലീഗിനറിയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ മേത്ത് ചളിവാരി തരുന്ന രീതിയിൽ ഈ സാധനം ആക്കി തീരുന്നുള്ളത്.
എന്നുള്ളത്. അതുകൊണ്ട് ലീഗ് പലപ്പോഴും ഈ വിഷയത്തിൽ ഇടപെടാറില്ല. ഈ വിഷയത്തിൽ ലീഗിന്റെ നിലപാട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ സാർ നേരത്തെ പറഞ്ഞ പോലെ KM ഷാജിയെ പോലത്തെ പല നേതാക്കന്മാർ, ഒരുപക്ഷെ അദ്ദേഹം മന്ത്രി കൂടിയാണ് KM ഷാജി. അപ്പോൾ അവരെ പോലുള്ള ചില നേതാക്കന്മാർ ഒരുപക്ഷെ പരസ്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും രഹസ്യമായിട്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ VD സതീശനായിട്ടും രമേശ് ചെന്നിത്തലയായിട്ടൊക്കെ ചിലപ്പോൾ ചില തരത്തിലുള്ള കൊമ്പുകോർക്കിൽ ഉണ്ടായേക്കാം. പക്ഷെ ലീഗിന്റെ പല തലമുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയൊന്നും ഈ വിഷയത്തിൽ ഒന്നും പറയാൻ പോകുന്നില്ല. ലീഗിന്റെ ഈ തലമുതിർന്ന നേതാക്കളിൽ പലരും വെള്ളാപ്പള്ളി നടേശന്റെ ഈ മലപ്പുറം വിവാദ പ്രസംഗത്തെക്കുറിച്ച് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടേ. KM ഷാജി അത് നേരിട്ട് തന്നെ വളരെ പ്രതീകാത്മകമായി തന്നെ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് KM ഷാജി സംസാരിച്ചത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്ന, പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഒരു ശീലമില്ലാത്ത ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട് തങ്ങളൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനയ്ക്കെതിരെ വളരെ അധിക്ഷേപകരമായ രീതിയിൽ പരാമർശങ്ങൾ ചൊരിഞ്ഞ ഒരാൾ അതിൻ്റെ പേരിൽ വൈരാഗ്യം തീർക്കുന്നു എന്നുള്ളതല്ല. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇത്തരം ഒരു നിയമരാഹിത്യം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ് മുസ്ലിം ലീഗ്. ഈ UDF സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ്. VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഉള്ളതുപോലെ തത്തുല്യമായ ഒരു പങ്ക് UDF സർക്കാരിൽ മുസ്ലിം ലീഗും ഉണ്ടെന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഇവിടെ ഒരു പൊതു രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പൊതുരംഗം നിരീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം NSSO അല്ലെങ്കിൽ SNDPയോ മറ്റ് ഇതര ഏത് രാഷ്ട്രീയ സാമുദായിക സംഘടനകളാവട്ടെ, ഇവർക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അന്വേഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സർക്കാരിൻ്റെ വലിയ ന്യൂനത തന്നെയാണ്, പരാജയം തന്നെയായിരിക്കും. ഇവിടെ ഇത്രത്തോളം ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നു, ആത്മഹത്യ കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിരിക്കുന്നു, ആത്മഹത്യാക്കുറിപ്പ് മരണമൊഴിയായി സ്വീകരിക്കപ്പെടും എന്ന് നമ്മൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, പലപ്പോഴും അത് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് പോലെ ഇവിടെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ കുറ്റവാളിയാക്കുന്നില്ല എന്നുള്ളതല്ല, ഒരു അന്വേഷണം പോലും നടത്തുന്നില്ല, പ്രാഥമിക അന്വേഷണം പോലും വെള്ളാപ്പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളുടെ, ഭരണ സംവിധാനങ്ങളുടെ ന്യൂനതയാണ് അതെന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. തീർച്ചയായും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ VD സതീശനും UDF സർക്കാരിനും രമേശ് ചെന്നിത്തലയ്ക്കെല്ലാം വലിയ വില കൊടുക്കേണ്ടതായി വരും. അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് തിരിച്ചറിയാം.